I think we have discussed two sample problem in the last class, and this is a Kolmogorov-Smirnov test. The null hypothesis for testing is h naught f of x equal to g of x against f of x not equal to g of x, or f of x greater than or equal to g x, or f of x less than or equal to g of x. അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കുകളൊക്കെയാണ് ഈ കാണുന്നത്, മനസ്സിലല്ലേ? അപ്പോൾ അത് നിങ്ങൾക്ക് നമ്മൾ ഡിസ്കസ് ചെയ്താണ്, എന്നിരുന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകുന്നത് മാത്രം. Okay. Now, a similar test is the problem is same. What I mean, null hypothesis to test is h naught f of x equal to g of x. Alternative is either f of x not equal to g of x, or f of x greater than or equal to g of x, or f of x less than g of x. That's the problem. So another test for testing the null hypothesis, Mann-Whiteny test. നമ്മൾ ടി ടെസ്റ്റ് കേട്ടിട്ടുണ്ടാവും അല്ലേ? ടി ടെസ്റ്റ്, ടു സാമ്പിൾ ടി ടെസ്റ്റ് കേട്ടിട്ടില്ലേ? ടു സാമ്പിൾ ടി ടെസ്റ്റ് ഒക്കെ പഠിച്ചല്ലേ? ടി ടെസ്റ്റ് ഒക്കെ പഠിച്ചോ? ടി ടെസ്റ്റ് ജീനോമിക്സ് ഏതൊക്കെ എടുത്തിരിക്കുന്നത്? ജീനോമിക്സ് എടുത്തല്ലേ അത്? അല്ലേ? ജീനോമിക്സ് അല്ലേ എടുത്തത്? അപ്പൊ ടി ടെസ്റ്റിന്റെ പ്രത്യേകത എന്താ? ടി ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഡാറ്റ normally distributed. That means x and there are two populations, x and y, and x is having distribution normal and y is also having normal. So at that time we are comparing two distributions using mean. രണ്ട് ഡിസ്ട്രിബ്യൂഷൻ സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, രണ്ട് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ രണ്ട് ഡിസ്ട്രിബ്യൂഷൻ്റെ തമ്മിൽ ഈക്വൽ ആണോ നോക്കിയാൽ മതി. അപ്പോൾ അതിൻ്റെ ഒരു ഫിഗർ ഞാൻ കാണിക്കാം. രണ്ട് നോർമൽ കർവ് നിങ്ങൾ മനസ്സിൽ കാണുക. So in t-test we are checking whether these two normal equations are same. അപ്പോൾ രണ്ട് പോപ്പുലേഷൻ ഉണ്ട്, അതേസമയം നമ്മുടെ കയ്യിൽ രണ്ട് സാമ്പിളേ ഉള്ളൂ. ആ രണ്ട് പോപ്പുലേഷൻ സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടി ടെസ്റ്റ് ഉപയോഗിക്കും. സോ ഇൻ ഓർഡർ ടു ചെക്ക് ദ ഇക്വാളിറ്റി ഓഫ് ടു ഡിസ്ട്രിബ്യൂഷൻ വി ചെക്ക് ഓൺലി മീൻ. ഇപ്പോൾ നോക്കുക, ഈ ഫിഗറിൽ നോക്കിയാൽ ഇതിൻ്റെ രണ്ടിൻ്റെ മീൻ, ഇത് ഒന്നിൻ്റെ മീൻ 0, ഒന്നിൻ്റെ മീൻ 1 ശേഷമുള്ള ഒരു പോയിൻ്റ് ആയിട്ടാണ് നമുക്ക് കാണുക. അപ്പോൾ അത് രണ്ടിൻ്റെ പോപ്പുലേഷൻ സെയിം ആണ്, ഈ രണ്ടിൻ്റെ മീൻ ഏകദേശം അടുത്തടുത്ത് വരണം. അതാണ് ഐഡിയ എന്ന് പറയുന്നത്, മനസ്സിലായില്ലേ? അത് നോർമൽ ആകുമ്പോൾ ഇതുണ്ടല്ലേ, പല നോർമൽ കർവുകളും നമുക്ക് കാണാം മീൻ സെയിം ആണെന്ന കേസിൽ μ1 equal to μ2. സോ ദാറ്റ് ഈസ് ടെസ്റ്റഡ് ബേസ്ഡ് ഓൺ യൂസിങ് ടി ടെസ്റ്റ്. ദ കണ്ടീഷൻ ഈസ് the data distribution should be normal. So what happens when data distribution is non-normal? That means we are not having the distributional form. മനസ്സിലായില്ലേ? അപ്പോൾ അതിനാണ് നമ്മൾ മാൻ-വിറ്റ്നി ടെസ്റ്റ് ഉപയോഗിക്കുക. നോർമൽ അല്ലാത്ത സിറ്റുവേഷനിൽ രണ്ട് ഡിസ്ട്രിബ്യൂഷൻ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, മനസ്സിലായില്ലേ? ലുക്ക് അറ്റ് ദിസ് ഫിഗർ. What is this is not symmetrical, not bell shaped, but at the same time we have almost a similarity in the shape of the histograms. മനസ്സിലായില്ലേ? അത് നോൺ നോർമലാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിനെ, ഇപ്പം നീല ഫിഗർ കാണാം, ചുവന്ന ഫിഗർ കാണാം, ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിസ്ട്രിബ്യൂഷൻ സെയിം ആണോ നമുക്കറിയില്ല, നോർമലാണോ ഒന്നും അറിയില്ല. പക്ഷെ അതേസമയം ഇതിൻ്റെ രണ്ടിൻ്റെയും പാറ്റേൺ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ സെയിം ആണോ, അതായത് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ക്യാപിറ്റൽ ജി ഓഫ് എക്സ്, ഇത് നോക്കിയാൽ അറിയാം രണ്ടും നോർമൽ അല്ല നമുക്കറിയാം. അതേസമയം രണ്ടിൻ്റെ ഷേപ്പ് ഏകദേശം അടുത്തടുത്ത് വരുന്നുണ്ട്. Another format is here we have two data, and we have to check whether the distribution of these two data are same. ഇപ്പോൾ സിറ്റുവേഷൻ മനസ്സിലായോ? അതായത് രണ്ട് ഡാറ്റയുണ്ട്, ആ രണ്ട് ഡാറ്റയുടെയും പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ സെയിം ആണോ, ഇതുണ്ട് ഓവർലാപ്പ് ചെയ്തുള്ളൊരു ഡാറ്റയാണ്. the blue colored data is
histogram of one data, and this brown colored histogram is another histogram of another set of data, and we need to check whether both these datas following same distribution pattern. That can be checked by Mann-Whitney test. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ അറിയാത്തപ്പോഴും നോർമൽ അല്ലാത്തപ്പോഴും നമുക്ക് എന്തുപയോഗിക്കാം? Mann-Whitney ടെസ്റ്റ് ഉപയോഗിക്കാം. ഓക്കെ, സോ ദാറ്റ് ഈസ് ഐഡിയ. Mann-Whitney ടെസ്റ്റ് ഈസ് ടു കമ്പയർ ടു distributions, two populations, when the data follows any arbitrary distribution, not necessarily normal. നോർമൽ ആണ് നിർബന്ധമില്ല, നോർമൽ ആയാലും ഇത് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഏത് ഡിസ്ട്രിബ്യൂഷൻ വന്നാലും നമുക്ക് ഈ ടെസ്റ്റ് ചെയ്യാം. പക്ഷേ ടി ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നോർമൽ ആണെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. സോ ബട്ട് ബൈ കൺവീനിയൻസ്, ദാറ്റ് മീൻസ് വി ഹാവ് tables in normal distribution, standard normal distribution, so we usually conduct t-test or similar test, similar parametric tests instead of Mann-Whitney or Wilcoxon or Kruskal-Wallis test, etc. Instead of non-parametric test, we usually conduct t-test only because the convenience in the sense we get the table value, calculated value, table value, t table, etc. Everything is available in the literature, so we usually conduct that test. അതുപോലെ തന്നെ സെവറൽ പോപ്പുലേഷൻ, ഇതിപ്പോൾ രണ്ടെണ്ണം പറഞ്ഞു, രണ്ടെണ്ണത്തിന് പാരലായിട്ടാണ് ടി ടെസ്റ്റ് നോർമൽ ആകുമ്പോഴും Mann-Whitney ടെസ്റ്റ് നോൺ നോർമൽ അല്ലെങ്കിൽ മറ്റേത് ഡിസ്ട്രിബ്യൂഷൻ വന്നാലും ഇൻക്ലൂഡിങ് നോർമൽ ഉൾപ്പെടെ ഏത് ഡിസ്ട്രിബ്യൂഷൻ വന്നാലും ചെയ്യാവുന്ന ഒരു ജനറൽ ടെസ്റ്റാണ് Mann-Whitney ടെസ്റ്റ്. ഓക്കെ, സോ ലെറ്റ് us കൺസിഡർ ദി കൺസ്ട്രക്ഷൻ ഓഫ് ദി ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ആൻഡ് എന്താണ് അതിൻ്റെ അപ്രോച്ച്, ദ അപ്രോച്ച് ഓഫ് Mann-Whitney Wilcoxon test. Let us consider x1, x2, xm is the random sample taken from the first population, and y1, y2, etc. yn be the independent samples taken from the second population. The first population is having the distribution capital F, and the second population is having the distribution capital G. Okay, for to construct the test statistic, നമുക്കറിയാം ഏതൊരു ടെസ്റ്റ് ആണെങ്കിലും ആ ടെസ്റ്റിന് ഒരു ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ let us define t of xi comma yj. That will be 1 if xi less than yj. Okay, അപ്പോൾ നമ്മളൊരു താഴെ ഒരു എക്സാമ്പിൾ വരാം. Here we have two set of data. Here 1, 2, 3. 3 values are less than or equal to 4. So if we consider x1 and y1, that means 1 and 4, clearly x1 less than y1. So t of x1 comma y1 will be 1. Now we consider t of x2 comma y1, that means 2 and 4. രണ്ടും നാലും കമ്പയർ ചെയ്താൽ 2 ലെസ് ദാൻ 4 ആണ്, അതുകൊണ്ട് x2 ലെസ് ദാൻ y1 ആണ്. സോ t of x2 ലെസ് ദാൻ y1 ഈസ് 1. പക്ഷേ x1, x2, x3, x4 എടുക്കുക. x4 ഈസ് നോട്ട് less than y1. x4 is not less than y1, so that t of x4 comma y1 is 0. Okay, so that is the procedure for selecting t of xi comma yj. Okay, so this is the general format. T of xi comma yj is equal to 1 if xi less than yj and equal to 0 if xi greater than or equal to yj. Okay, so ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക് പ്രിപ്പയർ ചെയ്യുക. I going from 1 to m and j going from 1 to n. And ഇതൊക്കെ നമുക്ക് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. Now let us consider u. u is equal to minimum of u1 x comma y. What is u1 x comma y? u1 x comma y is equal to 1 by m comma n inverse summation I from 1 to n summation j from 1 to n t xi to xj. പറഞ്ഞു ആർദ്രനെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ആർദ്ര, ഓ ഞാനത് ആർദ്ര ഇതിപ്പോൾ കാണുന്നില്ലല്ലോ. ഒന്നുകൂടി ട്രൈ ചെയ്യാൻ പറയാം സർ. ട്രൈ ചെയ്യാൻ പറ. ഓക്കെ.
സോ നിങ്ങൾ ഈ പാർട്ടൊന്നും നിങ്ങൾ നോക്കണ്ട, ജസ്റ്റ് കൺസിഡർ u is equal to summation I from 1 to m summation j from 1 to n xi comma yj. This is only equation number 12. You consider only this equation number 12. So what is u? U is equal to summation I from 1 to m summation j from 1 to n t xi comma yj. So u is actually the number of values of x1 x2 xm that are smaller than y1 y2 etc yn. അപ്പോൾ ശ്രദ്ധിക്കുക, എന്താണ് യു സ്റ്റാറ്റിസ്റ്റിക്? യു ഇസ് ദ നമ്പർ ഓഫ് വാല്യൂസ് ഓഫ് x1 x2 xm ദാറ്റ് ആർ സ്മാളർ ദാൻ ഈച്ച് ഓഫ് y1 y2 etc yn. ഓക്കെ, ദാറ്റ് സ്റ്റാറ്റിസ്റ്റിക് ഈസ് കോൾഡ് മാൻ വിറ്റ്നി സ്റ്റാറ്റിസ്റ്റിക്. അപ്പോൾ അതാണ് സ്റ്റാറ്റിസ്റ്റിക്. നമ്പർ ഓഫ് x1 x2 xm ലെസ് ദാൻ ഓർ ഈക്വൽ. അപ്പോൾ ഓരോന്നോരോന്ന് എടുക്കണം. താഴെ ഞാൻ എക്സാമ്പിൾ കാണിക്കാം. ഉണ്ടോ? ഇപ്പോൾ വിത്ത് റെഫറൻസ് ടു 4 റെഫർ ചെയ്യാം. y1 എടുക്കുക ആദ്യം. y1 മുമ്പുള്ള എത്ര എക്സ് വാല്യൂസ് എത്രയാണ്? 1 2 3. 1 2 3 4 ചെറുതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അത് 3 ഇവിടെ എഴുതി. പ്ലസ് ഇനി 6 റെഫർ ചെയ്യാം. 6 ചെറുതായിട്ടുള്ള എത്ര എക്സ് വാല്യൂസ് ഉണ്ട്? 1 2 3 4. ആ 4 ഇവിടെ എഴുതി, പ്ലസ് ആഡ് ചെയ്തു. പിന്നെ 8 എടുക്കുക. 8 ചെറുതായുള്ള എക്സ് വാല്യൂസ് അതേതാണ്? 1 2 3 4 5 7. അത് 5 ഉണ്ട്, അത് 5 ഇവിടെ എഴുതി. പിന്നെ 10 ചെറുതായിട്ടുള്ള എക്സ് വാല്യൂസ് 1 2 3 4 5 7. അപ്പോൾ 6 ഉണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെ ഇത് വൈ കംപ്ലീറ്റ് ചെയ്യുന്നവരെ എത്ര എക്സ്, ഓരോ വൈക്കും കറസ്പോണ്ടിങ് എത്ര എക്സ് വാല്യൂസ് അതിന് മുൻപുണ്ട് നോക്കുക, അതിട്ട് ആഡ് ചെയ്യുക. അതാണ് ആക്ച്വലി മാൻ വിറ്റ്നി സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓരോ വൈ വാല്യൂസും എടുക്കുക ആൻഡ് കൗണ്ട് ദ നമ്പർ ഓഫ് എക്സ് വാല്യൂസ് ദാറ്റ് ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദാറ്റ് പർട്ടിക്കുലർ വൈ വാല്യൂ. ഓക്കെ, ദെൻ കൗണ്ട് ദ നമ്പർ ഓഫ് എക്സ് ഐ വാല്യൂസ് ദാറ്റ് ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദ സെക്കൻഡ് വൈ വാല്യൂ. Count the number of x values that are less than or equal to third y value, etc. And proceed like this and up to the last value. Okay, so that is the procedure of finding the u statistic. I think it is clear for you. ബാക്കി തിയററ്റിക്കൽ പാർട്ട് അങ്ങനെ ഒന്നും നമ്മൾ നോക്കണ്ട, ജസ്റ്റ് എന്താണ് സ്റ്റാറ്റിസ്റ്റിക് എന്നുള്ള മനസ്സിലാക്കി വെക്കുക മാത്രം. ഓക്കെ, സോ ദിസ് u is the number of values of x1 x2 xm that are smaller than y1 y2 etc yn. So this statistic u is called Mann-Whitney statistic. ആൻഡ് നമ്മൾ പ്രോബ്ലം നമുക്ക് ക്ലാസ്സിൽ ചെയ്യാം. ഇന്നിപ്പോൾ നമുക്ക് അപ്പം ഞാൻ ഒന്നും കൂടി പറയാം. എന്താണ്? 2 ഡിസ്ട്രിബ്യൂഷൻ സെയിമാണ്. ടെസ്റ്റിങ്ങിൻ്റെ നൾ ഹൈപ്പോസ് ഒക്കെ കോൾമോഗ്രോവ്-സ്മിർനോ ടെസ്റ്റിൻ്റെ അതേ ഹൈപ്പോസ് തന്നെയാണ്. ഉണ്ടല്ലേ? എന്താണത്? h നോട്ട് f of x equal to g of x ആണ് എഗെയിൻസ്റ്റ് f of x നോട്ട് equal to g of x. അതാണ് ടെസ്റ്റ് ഹൈപ്പോസും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോസും. ഇപ്പോൾ കോൾമോഗ്രോവ്-സ്മിർനോവിൻ്റെ അതേ ഹൈപ്പോസ് തന്നെയാണ് മാൻ-വിറ്റ്നി ടെസ്റ്റിനുള്ളത്. ആ മാൻ-വിറ്റ്നി ടെസ്റ്റിൻ്റെ അപ്രോച്ച് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. നമ്മൾ എന്ത് ചെയ്യും? എക്സ് വാല്യൂസും വൈ വാല്യൂസും നമ്മൾ കൺസിഡർ ചെയ്യും. ആ എക്സ് വാല്യൂസ് ഓരോ വൈ വാല്യൂസിനും കറസ്പോണ്ടിങ് എത്ര എക്സ് വാല്യൂസ് ഉണ്ടെന്ന് നോക്കും. എന്നിട്ട് അതെല്ലാം കൂടി ആഡ് ചെയ്യും. അതാണ് ഈ ഒരു സമ്മേഷൻ എന്ന് പറയുന്നത്. ആക്ച്വലി ദിസ് സമ്മേഷൻ represent the sum of number of x values that are less than or equal to each of the y values. Okay, so that is the Mann-Whitney statistic, and we will consider the we have already considered that example, and we will discuss that example in detail in the next class. This is the example. The possible xi values are 1 3 5 7 9 11 18, and y values are 4 8 19, and number of x values is 8, number of y values is 9. u is the Mann-Whitney statistic. u is 3 plus 4 plus 5. അത് ഓരോന്നിനും എത്ര y values ഉണ്ട് അത്രയും സം വരും. ഇവിടെ എത്ര y value ഉണ്ട്? 1 2 3 4 5 6 7 8 9 ഉണ്ട്. അപ്പോൾ 1 2 3 4 5 6 7 8 9. ആ ഓരോ വൈ വാല്യൂസിന് മുമ്പുള്ള നമ്പർ ഓഫ് എക്സ് വാല്യൂസ് അതാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. മനസ്സിലായില്ലേ? അതാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ദാറ്റ് ഈക്വൽ ടു 54. പിന്നെ അത് നമ്മൾ ടേബിൾ അവൈലബിൾ ആണ്, അതൊക്കെ ഉണ്ട്, ടേബിൾ അവൈലബിൾ ആണ്, അതുമായിട്ട് കമ്പയർ ചെയ്യും കേട്ടോ. അപ്പോൾ ആ ഒരു ഇനി അതിൻ്റെ പ്രോബബിലിറ്റി കൺസ്ട്രക്ഷൻ ഉണ്ട്, കുറച്ച് ലെങ്തി ആയതുകൊണ്ട് നമുക്കത് അടുത്ത ദിവസം ഡിസ്കസ് ചെയ്യാം. ഓക്കെ,
അപ്പോൾ ഇന്ന് നിങ്ങളൊന്ന് എഴുതി അത്തരം കാര്യങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്ത